നമസ്കാരം. വിദ്യാർത്ഥി സമരത്തെ ആയുധപ്രയോഗത്തിലൂടെ നേരിട്ടതും യുവാക്കൾ കൂടുതലായി ആശ്രയിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും അധികാര കസേരയിൽ നിന്നും ഒളിച്ചോടാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ നിർബന്ധിതയാക്കി എന്ന തിരിച്ചറിവാണോ കാരണം എന്നറിയില്ല. സാമൂഹ്യ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ അവതരിപ്പിച്ച കരട് ബില്ല് പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ ഉള്ളടക്കത്തിന്മേൽ സർക്കാർ കൂടുതൽ നിയന്ത്രണം ചെലുത്താൻ ശ്രമിക്കുന്നുവെന്ന ഭയത്തിൽ വിവാദത്തിനും വിമർശനത്തിനും ഇടയാക്കിയ പുതിയ കരട് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ല് 2024 ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പിൻവലിച്ചു. കരട് ബിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അത് നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ അധികാരത്തെക്കുറിച്ചും നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. സർക്കാർ അതിരു കടക്കുമെന്ന ഭയത്താൽ സ്വതന്ത്രമായ ഉള്ളടക്ക സ്രഷ്ടാക്കളിൽ നിന്ന് പരസ്യമായും വൻകിട ടെക് കമ്പനികളിൽ നിന്നും സ്വകാര്യമായും തിരിച്ചടിയുണ്ടായതിനെ തുടർന്നാണ് പിന്മാറ്റം. കഴിഞ്ഞ മാസം മന്ത്രാലയം പുതിയ കരട് ബിൽ ഏതാനും പങ്കാളികളുമായി പങ്കിടുകയും അവരുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. കരട് ബില്ല് തിരികെ നൽകാൻ മന്ത്രാലയം ഇപ്പോൾ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. കരട് ബില്ലിന്റെ പകർപ്പുകൾ തിരികെ നൽകാൻ മന്ത്രാലയത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം ലഭിച്ചതായി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഈ വിഷയത്തിൽ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. കരട് ബില്ലിന്റെ 2024 പതിപ്പ് സർക്കാർ പങ്കിട്ട ഗ്രൂപ്പിന്റെ ഭാഗമല്ലാത്തവരെ ഈ പ്രസ്താവന ആശയക്കുഴപ്പത്തിലാക്കി. 1995 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്കുകളെ നിയന്ത്രിക്കുന്ന നിയമത്തിന് പകരം വെക്കാൻ ശ്രമിച്ച ബില്ല് കഴിഞ്ഞ വർഷം നവംബറിൽ ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയുടെ നിയമപരമായ ചട്ടക്കൂട് ഏകീകരിക്കുകയും OTT ഉള്ളടക്കത്തിലേക്കും ഡിജിറ്റൽ വാർത്തകളിലേക്കും ആനുകാലിക സംഭവങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന കരട് ബിൽ അവതരിപ്പിക്കുകയുമാണ് ഉണ്ടായത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും ഓൺലൈൻ വീഡിയോ സ്രഷ്ടാക്കളെയും ഉൾപ്പെടുത്തുന്നതിനായി OTT ഉള്ളടക്കത്തിൽ നിന്നും ഡിജിറ്റൽ വാർത്തകളിൽ പുതിയ കരട് ബിൽ ഊന്നിയതോടെ തീവ്രമായ വിമർശനമാണ് ക്ഷണിച്ചു വരുത്തിയത്. സ്വതന്ത്ര ഉള്ളടക്ക സ്രഷ്ടാക്കളെ ഉൾപ്പെടുത്തുന്നതിനായി ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റർ എന്ന തരത്തിൽ അവരെ നിർവചിക്കാൻ ശ്രമിച്ചതും വിവാദമായി. വാർത്തകളല്ലാത്ത ഓൺലൈൻ ഉള്ളടക്ക സ്രഷ്ടാക്കൾക്ക് ബിൽ ബാധകമാക്കണമോ എന്ന കാര്യത്തിൽ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബോംബെ ഹൈക്കോടതിയും മദ്രാസ് ഹൈക്കോടതിയും സ്റ്റേ ചെയ്ത ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് 2021 പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള കോഡ് ഓഫ് എത്തിക്സ് സാധൂകരിക്കാനും കരട് ബില്ല് ശ്രമിച്ചു. 2023 നവംബറിൽ പബ്ലിക് കൺസൾട്ടേഷനായി പുറത്തിറക്കിയ പതിപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിലെ കരട് ബില്ലിന്റെ വ്യാപ്തി ഗണ്യമായി വിപുലീകരിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ധ്രുവ് റാട്ടിയെ പോലുള്ള നിരവധി സ്വതന്ത്ര ഉള്ളടക്ക സ്രഷ്ടാക്കൾ വഹിച്ച പങ്കാണ് എന്ന് ഒരു മുതിർന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടത്തിയ കുപ്രചാരണങ്ങളിലൂടെ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ അതേ സാമൂഹ്യ മാധ്യമത്തിന് വൈക്കരിയിടാൻ നടത്തുന്ന ശ്രമങ്ങൾ താൽക്കാലികമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വന്നേ.